കുട്ടികളെ, അപ്പോൾ നമ്മൾ +2 മാത്സ് നിങ്ങൾ ഫൈനലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ കുട്ടികൾ ബേസ് തിരുത്തിൽ ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ബേസ് തിരുത്തിൽ ഞാനൊരു പ്രഡിക്ഷൻ ചെയ്യണം. നാളെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ 2-3 ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റൻ ഞാൻ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ബേസ് തിയറം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തു തരുന്നത്. കുറേ കുട്ടികൾക്ക് ഡൗട്ട് കാണും. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റൻ ബേസ് തിയറം വെച്ചുള്ള പ്രോബ്ലം ചെയ്തു തരും. ബേസ് തിയറം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ 1-2 ക്വസ്റ്റൻ പ്രോബിലിറ്റിയിൽ ചോദിക്കും. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ബേസ് തിയറത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഞാൻ നാളെ വരും എന്ന് എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ടെക്സ്റ്റിലെ ക്വസ്റ്റൻ, നിങ്ങൾ ബേസ് തിയറം ടെക്സ്റ്റിലെ എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റനും പഠിച്ചിട്ട് പോയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട തൽക്കാലത്തേക്ക്. ഓക്കെ, A doctor is to visit a patient. ഡോക്ടറിനെ ഒരു രോഗിയെ കാണാൻ പോകണം. ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് നോൺ ദാറ്റ് പുള്ളിക്കാരൻ ട്രെയിനിൽ രോഗിയെ കാണാൻ പോവാം, ബസ്സിൽ പോവാം, സ്കൂട്ടറിൽ പോവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പ്ലെയിനിലോ പറന്നോ എങ്ങനെ വേണോ പോവാം. ഡോക്ടർ രോഗിയെ കാണാൻ പോയാണ്, പേഷ്യന്റിനെ കാണാൻ പോയാണ്. ഓക്കെ, പുള്ളിക്കാരൻ ട്രെയിനിൽ പോകുകയാണെങ്കിൽ 3/10, ബസ്സിൽ പോകുകയാണെങ്കിൽ 1/5, സ്കൂട്ടറിൽ പോകുകയാണെങ്കിൽ 1/10, വേറെ എങ്ങനെയെങ്കിലും പറന്നു പോകുകയാണെങ്കിൽ 2/5 ആണ്. എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന പ്രോബിലിറ്റി അല്ലേ. ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് നോൺ ദാറ്റ് ദ പ്രോബിലിറ്റി. അപ്പൊ ട്രെയിന്, ബസ്, സ്കൂട്ടർ ബൈ അതർ മീൻസ് വേറെ ഏതെങ്കിലും രീതിയിൽ പോകാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ട്രെയിനിനെ ഞാൻ എന്തെന്ന് വിളിക്കേ, നമുക്കിത് വിളിക്കാൻ എളുപ്പത്തിന് E1, E2, E3, E4 എന്നൊക്കെ വിളിക്കാം കേട്ടോ. E1 എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോകുന്നു. E2 എന്ന് പറഞ്ഞാൽ എന്തിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു. E3 എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിൽ പോകുന്നു. E4 എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്നു, അല്ലെങ്കിൽ ബൈ അതർ മീൻസ് വേറെ എങ്ങനെയെങ്കിലും പോകുന്നു. നടന്നു പോകുമായിരിക്കാം, ബൈക്കിൽ പോകുമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, വേറെ ഏതൊക്കെ വഴിയിൽ പോകുമെന്ന് നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്തോ. ഇന്ന് കമന്റ് ചെയ്യണ്ട, നാളെ കമന്റ് ചെയ്താൽ കേട്ടോ, എന്നിരുന്ന് പഠിക്കാം. നെക്സ്റ്റ്, ദ പ്രോബബിലിറ്റീസ് ദാറ്റ് ഹി വിൽ ബി ലേറ്റ്. ഇങ്ങനെ സ്കൂട്ടറിൽ, ട്രെയിനിൽ പോവാം, ബസ്സിൽ പോവാം, സ്കൂട്ടറിൽ പോവാം, ബാക്കി ഏതെങ്കിലും രീതിയിൽ പോകുമ്പോൾ പുള്ളിക്കാരൻ ലേറ്റ് ആകുന്ന പ്രോബബിലിറ്റിയും കൂടെ തന്നിട്ടുണ്ട്. എത്രയാ? 1/4, 1/3, 1/12. എന്നിട്ട് പറഞ്ഞാൽ ഇഫ് he comes by train, bus, scooter respectively, but if he comes by other means of transport then he will not be late. വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പേഷ്യന്റിനെ കാണാൻ പോവുകയാണെങ്കിൽ പുള്ളിക്കാരൻ ലേറ്റ് ആകില്ല. അപ്പൊ കഥ ഇങ്ങനെ, സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു ഡോക്ടർ പേഷ്യന്റിനെ കാണാൻ വേണ്ടി ട്രെയിനിൽ പോകാം, ബസ്സിൽ പോവാം, സ്കൂട്ടറിൽ പോവാം, വേറെ ഏതെങ്കിലും രീതിയിൽ പോവാം. അപ്പോൾ ഓരോ രീതിയിലും പേഷ്യന്റിനെ കാണാൻ പോകാനുള്ള സാധ്യത പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് ഈ രീതിയിലൊക്കെ പോകുമ്പം ഓരോ രീതിയിൽ കാണാൻ പോകുമ്പോഴും പുള്ളിക്കാരൻ ലേറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് വേറെ ഏതെങ്കിലും രീതിയിൽ, അതർ മീൻസ് വേറെ ഏതെങ്കിലും രീതിയിലാണ് പോകുന്നതെങ്കിൽ പുള്ളിക്കാരൻ ലേറ്റ് ആകില്ല എന്നാണ് പറയുന്നത്, അതും തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ ഹി അറൈവ്സ്, രോഗിയെ കാണാൻ എത്തി, വാട്ട് ഈസ് ഹി ഈസ് ലേറ്റ്, എത്തിയപ്പം ലേറ്റ് ആക്കി. വെൻ ഹി അറൈവ്സ് ഹി ഈസ് ലേറ്റ്, അറൈവ്സ് രോഗിയെ കാണാൻ എത്തിയപ്പോൾ പുള്ളിക്കാരൻ എന്തായി ലേറ്റ് ആയെങ്കിൽ what is the probability that he comes by train? ഞാൻ A എന്ന് പറഞ്ഞ ഒരു ഇവന്റ് എടുത്തിട്ട് പറയാണ് he is late. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? പ്രോബബിലിറ്റി ഓഫ്, we have to find എന്താണ് പ്രോബബിലിറ്റി ഓഫ്, എന്താണ്? ലേറ്റ് ആയി എങ്കിൽ അവൻ എവിടുന്ന് വരാനുള്ള രീതി, ലേറ്റ് ആയെങ്കിൽ he comes by train. പ്രോബബിലിറ്റി ഓഫ് E1 given A ആണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ലേറ്റ് ആയെങ്കിൽ, ലേറ്റ് ആവുന്നത് A, ഏതിൽ വരുമ്പോൾ ലേറ്റ് ആവാനുള്ള സാധ്യത? E1, ട്രെയിനിൽ വന്നാൽ. കാരണം ലേറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ വരാം, ബസ്സിൽ വരാം, സ്കൂട്ടറിൽ വരാം, ഈ മൂന്നിൽ ഏതിൽ വന്നാൽ ലേറ്റ് ആകാം. അപ്പം ലേറ്റ് ആയെങ്കിൽ അവൻ ഏതിൽ നിന്ന് വരാനുള്ള സാധ്യത? ട്രെയിനിൽ വരാനുള്ള സാധ്യത. പക്ഷെ ആദ്യത്തെ ഈ 1/4 എന്ന് ഇട്ടിരിക്കുന്നത് ട്രെയിനിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത രണ്ടാണ്. ലേറ്റ് ആയെങ്കിൽ ട്രെയിനിൽ വരാനുള്ള സാധ്യതയും ട്രെയിനിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത രണ്ടാണ് കുട്ടികളെ. അതാണ് ബേസ് തിയറം. കാര്യം ഞാൻ പറഞ്ഞു, ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ലേറ്റ് ആയെങ്കിൽ അയാൾക്ക് ഏതിലൊക്കെ വരാം? ട്രെയിനിൽ വരാം, ബസ്സിൽ വരാം, സ്കൂട്ടറിൽ വരാം. ന്യൂമറേറ്റർ എന്നൊന്നും പറയരുത്. ഇവിടെ ഉള്ള ആള് മോർ ദാൻ 1 ആൾക്കാരാണെങ്കിൽ അത് ബേസ് തിയറമാണ്. അങ്ങനെയാണ് കോൺസെപ്റ്റ് പഠിക്കുന്നത്. കാരണം ട്രെയിനിൽ വരാം, ബസ്സിൽ വരാം, സ്കൂട്ടറിൽ വരാം, എങ്ങനെ വേണം വരാം. അപ്പൊ E1 given A ബേസ് തിയറം, E2 given A ബേസ് തിയറം, E3 given A ബേസ് തിയറം. അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ബേസ് തിയറമാണ്. ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് കണ്ടുപിടിക്കുന്ന എന്താണ്? E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E1 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു probability of A given E2 plus probability of E3 into probability of A given E3
പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E4 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A given E4. ഇതാണ് ബേസ് സ്ഥിരത്തിന്റെ ഫോർമുല. ഇതിൽ ഓരോ ആൾക്കാരെയും എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്താൽ മനസ്സിലായോ? ടഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ കുറച്ച് മനസ്സിലായാലേ പഠിക്കാൻ പറ്റും. ബേസ് സ്ഥിരം നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. ആദ്യം ഓരോ ആൾക്കാരുടെയും പ്രോബിലിറ്റി. എന്താണ് പ്രോബിലിറ്റി ഓഫ് E1? ട്രെയിനിൽ വരാനുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. എത്രയാണ്? 3/10. പ്രോബിലിറ്റി ഓഫ് E2. എന്താ പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ 1/5 എന്ന് പറഞ്ഞാൽ ബസ്സിൽ വരാനുള്ള പ്രോബിലിറ്റി. പ്രോബിലിറ്റി ഓഫ് E3, വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് E3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10. പ്രോബിലിറ്റി ഓഫ് E4 വേറെ ഏതെങ്കിലും രീതിയിൽ വരാനുള്ള പ്രോബിലിറ്റി 2/5. ക്ലിയർ ആണ്? സംശയം ഉണ്ടോ? ഇനി ഈ ഓരോ ആൾക്കാർ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഏത് ഓരോ ആൾക്കാർ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കുക. നമ്മൾ ഈ ഓരോ ടേംസും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രോബബിലിറ്റി ഓഫ് A given E1 ഇത് മനസ്സിലാകുമ്പോൾ ബേസ് സ്ഥിരം ക്ലിക്കാം. പ്രോബിലിറ്റി ഓഫ് A given E1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങള് E1 എന്ന ട്രെയിനിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത എത്ര? ട്രെയിനിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത എത്ര? 1/4. പ്രോബിലിറ്റി ഓഫ് A given E2 ഇതിന്റെ മീനിങ് എന്താണ്ടാ? E2 എന്ന് പറഞ്ഞാലാണ് ആദ്യം സംഭവിക്കുന്നത്. E2 എങ്ങനെയാ? സ്കൂട്ടർ അല്ലേ? ബസ്സിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത. ബസ്സിൽ വന്നാൽ ലേറ്റ് ആകുന്ന എത്ര? 1/3. മനസ്സിലായി? ഇതിന്റെ മീനിങ് ബസ്സിൽ വന്നാൽ ലേറ്റ് ആകാം. നമ്മൾ എപ്പോഴും ഈ കണ്ടീഷൻ പ്രോബിലിറ്റി എല്ലാവർക്കും അറിയാം. കണ്ടീഷണൽ പ്രോബിലിറ്റി ഒക്കെ അറിയാമെന്ന് വിചാരിച്ചാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ബസ്സിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത, അതാണ് താഴെ കിടക്കുന്ന ബസ്, മുകളില് ലേറ്റ്. ബസ്സിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത. ക്ലിയർ? ബസ്സിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത. അടുത്തെന്താണ്? പ്രോബിലിറ്റി ഓഫ് A given E3. എന്താണ് പറയുന്നത്? സ്കൂട്ടറിൽ വന്നാൽ ലേറ്റ് ആണ്, 1/12. അടുത്ത പ്രോബിലിറ്റി ഓഫ് A given E4 ബൈ അതർ മീൻസ് വേറെ ഏതെങ്കിലും രീതിയിൽ വന്നാൽ ലേറ്റ് ആകാൻ പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അവൻ ലേറ്റ് ആകില്ല. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്താണ്? 0. E4. പ്രോബിലിറ്റി ഓഫ് A given E4 വേറെ ഏതെങ്കിലും രീതിയിൽ വന്നാൽ ലേറ്റ് ആകാനുള്ള സാധ്യത ഇല്ല, ലേറ്റ് ആകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 0, 0. ഈ വാല്യൂസ് ഒക്കെ ഇതിൽ നുള്ളി പറയിക്കൊണ്ട് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ഗെറ്റ് ദ ആൻസർ. പ്രോബിലിറ്റി ഓഫ് E1 കൊടുക്കുക, A given E1 കൊടുക്കുക, ഇതിലെല്ലാം ഡിനോമിനേറ്റർ എല്ലാം കൊടുക്കുക. നിങ്ങൾക്ക് ആൻസർ എനിക്ക് തോന്നുന്നു 1/2 എന്ന്, അറൗണ്ട് 1/2 എന്ന് കിട്ടും. ദിസ് ഈസ് കോൾഡ് ബേസ് തിയറം. സത്യം പറഞ്ഞാൽ ബേസ് തിയറം ഒരു 5 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, പിന്നെ എപ്പോഴാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഇപ്പോഴും E1, E2, E3 എന്ന് പറഞ്ഞ ഇവന്റ്സ് നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കണം? ഒന്നിൽ കൂടുതൽ സെയിം ആൾക്കാർ, ബസ്, സ്കൂട്ടർ, ട്രെയിൻ, ഒരേ സ്വഭാവമുള്ള ആൾക്കാർ, അതിനെയാണ് E1, E2, E3 എന്ന് എടുക്കേണ്ടത്. അവിടെ എന്താണ് കണ്ടുപിടിക്കുക? മെയിൻ നടക്കുന്ന സംഭവം ലേറ്റ് ആയി, അതിനെ A എന്ന് പറഞ്ഞെടുക്കുക. ലേറ്റ് ആയെങ്കിൽ ഏതിൽ വരുമ്പോൾ ലേറ്റ് ആവും, അതാണ് ക്വസ്റ്റ്യൻ. A താഴെയും മറ്റേ ആൾക്കാരെ മുകളിലും ആണെങ്കിൽ ആ ഒരു ഇങ്ങനെ ഈ ഡിവിഷൻ അല്ല ഉദ്ദേശിച്ചത്, മനസ്സിലാവാൻ പറഞ്ഞാണ്. അങ്ങനെയാണ് ബേസ് തിയറം. തിരിച്ചാണെങ്കിൽ ഇതാണെങ്കിൽ കണ്ടീഷണൽ പ്രോബിലിറ്റി, ഇതാണെങ്കിൽ ബേസ് തിയറം. ക്ലിയർ ആണ്? സംശയം ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യുക? പഠിച്ചോളുക, നന്നായിട്ട് പഠിച്ചോളുക. ഫുൾ മാർക്കിന് വേണ്ടിയുള്ള കുട്ടികളാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറയുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് കത്തിയെന്ന് വരത്തില്ല. കാരണം ഒരു 5-6 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ഫുൾ മാർക്കിന് വേണ്ടി ട്രൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനും നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ മറിച്ചായി പോയി. ഇനി ആൻസറിങ് എ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലെ ഒരു ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. Let 3/5 the probability that he knows the answer. പിന്നെ അവൻ ഗസ് ചെയ്യുന്ന ആൻസർ എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. സിമിലർലി ഇതും നോക്കുക കേട്ടോ. A speaks the truth 4/5. ഒരാൾ സത്യം പറഞ്ഞ കള്ളം പറഞ്ഞ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റിൽ, നോക്കുക. നെക്സ്റ്റ് ബേസ് നെറ്റും ബോൾട്ടിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മെഷീൻ A, മെഷീൻ B, മെഷീൻ C എന്ന് പറഞ്ഞ് സ്ഥിരം ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യനാണ്. പിന്നെ പ്രോബിലിറ്റി ഓഫ് സോൾവിങ് എ സ്പെസിഫിക് പ്രോബ്ലം, ഇത് നോക്കി വെക്കുക. അത് ബേസ് തിയറം അല്ല, ഇൻഡിപെൻഡൻസ് വെച്ച് ചെയ്യേണ്ടതാ. നോക്കി വെക്കുക, ഇത് എക്സാമിന് ചോദിക്കാം ഈ ചാപ്റ്ററിൽ തന്നെ. നെക്സ്റ്റ് ഈ പ്രോബ്ലം ഞാൻ എടുത്തുതരാം. ഓക്കെ, 3 cards are drawn successively without replacement from a pack of 52 well shuffled cards. What is the probability that first 2 cards are king and the third card is drawn is an ace? ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് 3 കാർഡ് എടുത്തു. ആദ്യത്തെ കാർഡ് കിങ് ആയിരിക്കണം, അടുത്ത കാർഡും കിങ് ആയിരിക്കണം, അടുത്ത കാർഡ് ഏസ് ആയിരിക്കണം. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. കാക്ക എ, കെ എ. ആദ്യത്തെ കിങ് ആയിരിക്കണം, രണ്ടാമത്തെ കിങ് ആയിരിക്കണം, മൂന്നാമത്തത് ഏസ് ആയിരിക്കണം. അപ്പൊ നീ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പറ. ഒരു കിങ് എടുക്കണം. ടോട്ടൽ എത്ര കിങ് ഉണ്ട്? 4 കിങ്. 4 കിങ്ങിൽ നിന്ന് ഒരു കിങ് എടുക്കേണ്ട പ്രോബിലിറ്റി 4/52. അപ്പോൾ ഒരു കിങ് എടുത്തേ ഇൻറ്റു
ആദ്യം എടുത്ത കാർഡ് കിങ്. വീണ്ടും സെക്കൻഡ് എടുത്ത കാർഡും കിങ് ആവണമെങ്കിലോ ആദ്യം ഒരു കിങ് എടുത്ത് മാറ്റിയേ. ഇനി ബാക്കി അവിടെ എത്ര കിങ്ങേ ഉള്ളൂ? 3 കിങ് അല്ലേ ഉള്ളൂ. അതിൽ നിന്നല്ലേ ഒരു കിങ് എടുക്കാൻ പറ്റൂ. അപ്പൊ ന്യൂമറേറ്ററിൽ 3. ഒരു കാർഡ് ഓൾറെഡി എടുത്തില്ലേ. അപ്പൊ ഡിനോമിനേറ്ററിൽ ബാക്കി ഇനി എത്ര കാർഡ്സാ മിച്ചമുള്ളത്? 51. അപ്പൊ ആദ്യം ഒരു കിങ് എടുത്തു, രണ്ടാമത് ഒരു കിങ് എടുത്തു. ക്ലിയർ ആണ്? നിസ്സാരം, സിമ്പിൾ. ഇൻറ്റു മൂന്നാമത് എടുക്കേണ്ട കാർഡ് ഏതാ? ഏസ് എടുക്കണോ അല്ലേ? ടോട്ടൽ എത്ര ഏസ് ഉണ്ടാ? ടോട്ടൽ നിങ്ങളിൽ എത്ര ഏസ് ഉണ്ട് കുട്ടികളെ? ടോട്ടൽ 4 ഏസ് കാർഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്സ്, സ്പേഡ്സ് എന്ന് പറഞ്ഞ 4 സെറ്റിൽ കൂടെ 4 ഏസ് കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 4 ഏസ് കാർഡിന് ഒരു ഏസ് കാർഡ് എടുക്കണം. അപ്പൊ എത്ര പ്രോബിലിറ്റി? 4 ഡിനോമിനേറ്റർ എത്ര? പറ കേട്ടില്ല എത്ര? 50. എന്തുകൊണ്ടാ? ആദ്യം ഒരു കിങ് എടുത്തപ്പോൾ ഒരു കാർഡ് കുറഞ്ഞു, വീണ്ടും ഒരു കിങ് എടുത്തപ്പോൾ ഒരു കാർഡ് കുറഞ്ഞു. ഇനി 50 കാർഡേ ഉള്ളൂ. അതിൽ 4 ഏസ് ഉണ്ട്. 4 ഏസിൽ ഏത് വേണോ ഒന്നിന് സാധ്യത ഉണ്ട്. അതുകൊണ്ട് 4/50. ആദ്യം ഒരു കിങ് എടുക്കാൻ പോസിബിൾ 4 കിങ് ഉണ്ട്, 4/52. വീണ്ടും ഒരു കിങ് എടുക്കണമെങ്കിൽ ബാക്കി 3 കിങ്ങേ ഉള്ളൂ, 3/51. ഇനി ഒരു ഏസ് എടുക്കണമെങ്കിൽ ടോട്ടൽ 4 ഏസ് ഉണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള 4 ഉണ്ട്, 4/50. ആൻസർ കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദി ആൻസർ. ചോദിക്കാം കേട്ടോ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നോക്കി വെച്ചോ. പിന്നെ ഇത് ഒരു ഇൻസ്ട്രക്ടറിന്റെ കയ്യിൽ കുറച്ച് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഈസി ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞ ടെക്സ്റ്റിലുണ്ട്. ഞാൻ പ്രോബബിലിറ്റി അറിയാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ പ്രോബബിലിറ്റിയുടെ ഒരു വീഡിയോ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. താല്പര്യമുള്ളവർ, ഇനി അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ചാപ്റ്റർ പഠിച്ചോളുക. വർത്താണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒരു 10, 20, 30 മിനിറ്റ് ഉണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് 100% മനസ്സിലാവും. നാളെ എഴുതാൻ പറ്റും. ബേസ് തരത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവാ. ഇപ്പൊ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവാ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് പ്രോബബിലിറ്റി. കാരണം നമ്മൾ പ്രോബബിലിറ്റിയിൽ എത്രയൊക്കെ ടഫ് ആണെങ്കിലും ഈസി ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി നിങ്ങൾക്ക് സ്ഥിരം കിട്ടാറുണ്ട്. ഈസി ക്വസ്റ്റ്യൻസ് സ്ഥിരം. നമ്മളെ ടെക്സ്റ്റിൽ തന്നെ ഈ ഒരു എക്സസൈസ് എൻ്റെ പിള്ളേർ എല്ലാവരും പഠിച്ചു പോവുക. നിസ്സാരമായിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ എക്സസൈസ് 13.1 ആദ്യത്തെ 5 ക്വസ്റ്റ്യനും ബേസിക് ആണ്. ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. നാളത്തെ പ്രഡിക്ഷൻ തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും പറ്റും. ഇത് പഠിച്ചിട്ട് പോകണം. ഡയറക്റ്റ് ഫോർമുലാസ് ആണ് എടുത്ത് അപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇത്രയാണ് പ്രോബബിലിറ്റി എന്ന് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രഡിക്ട് ചെയ്യുന്ന അതിൽ ബേസ് തിയറം കൺഫേം ആണ്. അല്ല ഡോക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്രാവശ്യം എടുത്തത്. കാരണം കുറെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അപ്പോൾ അതായിരിക്കും ഈ വർഷം സാധ്യത ഉള്ളത്. അപ്പം നോക്കിയിട്ട് പോണേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.